കണ്ണൂർ തില്ലങ്കേരി സ്വദേശിയായ വിദ്യാർത്ഥിനി കീർത്തന ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന് കുടുംബം. ആൺസുഹൃത്ത് ആദിദേവിനും അച്ഛനുമെതിരെയാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ നേതാവായ KP അനീഷിന്റെ മകനായതിനാലാണ് ആദിദേവിന് സംരക്ഷണം കിട്ടുന്നതെന്നാണ് കുടുംബത്തിന്റെ പരാതി. തില്ലങ്കേരിയിലെ ലീനയുടെയും ജഷികുമാറിന്റെയും മൂത്ത മകളായിരുന്നു കീർത്തന. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് വീടിന്റെ 2-ാം നിലയിലെ മുറിയിൽ കീർത്തന ജീവനൊടുക്കാൻ ശ്രമിച്ചത്. 11 ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം മരണപ്പെട്ടു. മരണത്തിനു കാരണം ആൺസുഹൃത്ത് ആദിദേവാണെന്ന് കുടുംബം പറയുന്നു. പ്രണയത്തിന്റെ മറവിൽ മകളെ ചൂഷണം ചെയ്തെന്ന് ആരോപണം. ഈ അനീഷ് സാറിന് ഇട്ടുകൊടുത്ത മെസ്സേജ്, ഈ ഫാനിന്റെ മേലെ കെട്ടിയിട്ടുള്ള മെസ്സേജ് ഇതന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട തെളിവാണ്. അതായത് 17-ാം തീയതി രാത്രിയാണ് മോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. 17-ഉം പോയി, 18-ഉം പോയി, 19-ാം തീയതിയാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് ഫോട്ടോ സഹിതം ആദിദേവിന്റെ അച്ഛനും പോലീസുകാരനുമായ KP അനീഷിന് കീർത്തന മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇങ്ങനെ ആവൂല, ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നതിന് മുമ്പിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ വിചാരിച്ചിട്ട് അങ്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇല്ലാണ്ട് എന്തായാലും ആവൂല. എനിക്ക് എന്താ പറയാ, അന്നെ യൂസ് ചെയ്ത് ഒഴിവാക്കിയ പോലെ തന്നെയാവും. എനിക്കറിയില്ല, ഇതിനെ കൊണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് തോന്നുന്നു. എന്നാൽ ഇക്കാര്യം അനീഷ് കുടുംബത്തെ അറിയിച്ചില്ലെന്നും ഇവർ പറയുന്നു. പരാതി കൊടുത്തിരിക്കുന്നത് അനീഷിനെ 1-ാം പ്രതിയാക്കിയിട്ടും ആദിത്യദേവിനെ 2-ാം പ്രതി. അതായത് 10 ദിവസം ഇവളുടെ ഫോണ് ബ്ലോക്കായിരുന്നു. ഈ ബ്ലോക്കായി എടുക്കുക ഓന ആത്മഹത്യ പ്രേരണ നടത്തണ്ടെങ്കിൽ ഇവള് വിളിച്ചിട്ടുള്ളത് ലാസ്റ്റ് വാട്സപ്പ് കോളും ഫോട്ടോ എല്ലാം ഇട്ട് കൊടുത്തത് ലാസ്റ്റ് 3 ദിവസം വിളിച്ചത്, അതായത് അനീഷിനെയാണ് വിളിച്ചിട്ടുള്ളത്. ഇത് ഇയാൾ നമ്മളോട് പറയുകയൊന്നും ചെയ്തിട്ടില്ല. ആദിദേവിന്റെ അച്ഛൻ പോലീസ് അസോസിയേഷൻ ജില്ലാ നേതാവായതുകൊണ്ട് തന്നെ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം പറയുന്നു. ചൂഷണം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതൊരു മറ്റൊരു കുട്ടിയുമായുള്ള ബന്ധം. ഇവള് പോയാൽ വേറെയൊന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഉണ്ടെന്ന് വെച്ചാൽ ഏതറ്റം വരെ പോയി കഴിഞ്ഞാലും ഈ അച്ഛൻ സംരക്ഷിക്കും എന്നുള്ളത്. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അമ്മ. നമുക്ക് നീതി കിട്ടിയേ മതിയാവും, ഞാൻ ഏതറ്റം വരെയും പോകും. കീർത്തനയുടെ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളുമെല്ലാം തങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതാണെന്നും കുടുംബം പറയുന്നു. ജനം, കണ്ണൂർ.